Welcome to Nathoons Nest. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നാത്തൂൻസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ഫ്രെയിം ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. എഗ്ഗ് ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രെയിം ഉണ്ടാക്കുന്നത്. അത് നമുക്ക് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാം. ഒരു സിമ്പിളായിട്ടൊരു സംഭവമാണ് കാണിക്കുക. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ഷീറ്റാണ്. അതായത് OHB ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പറയും. നമ്മൾ ഗ്ലാസ് പെയിൻറ്റിനൊക്കെ ഈ ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഗ്ലാസ്സിന് പകരമൊക്കെ നമ്മൾ ഈ ഷീറ്റ് യൂസ് ചെയ്യും. വളരെ പ്രൈസ് കുറവാണ് അതിനൊരു പിക്ചർ ഉണ്ടാക്കുക. അതുപോലത്തെ കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് പിക്ചർ റെഡിയാക്കാം. ഞാനിപ്പം ഒരു വൈറ്റ് പേപ്പറിലാണ് പിക്ചർ വരക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ കുട്ടികൾ വരച്ച പിക്ചേഴ്സൊക്കെ നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഒരു പിക്ചറും ഇല്ലാത്തവർക്ക് ഇതുപോലെ നമ്മളെ കുട്ടികളുടെ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാം. അത് കുറേയൊക്കെ കാലം കഴിയുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു രസമല്ലേ. തീരെ ചിത്രം വരക്കാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു സിമ്പിളായിട്ടൊരു പിക്ചർ കൂടെ വരച്ച് കാണിക്കാം. ഇതുപോലെ കുറച്ച് ബ്രാഞ്ചസൊക്കെ ആക്കിയിട്ട് സിമ്പിളായിട്ടിത് നമുക്ക് വരക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് കളർ ചെയ്യാം. ട്രീയുടെ കളർ തന്നെ ഒരു ബ്രൗൺ കളർ കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ എളുപ്പത്തിൽ നമുക്ക് ഫ്ലവേഴ്സും ഉണ്ടാക്കാം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് കളർ ചെയ്യാം. ഞാനൊരു ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ട്രീയുടെ ബ്രാഞ്ചസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്ലവറും ലീഫൊക്കെ കൊടുക്കാം. അത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഞാനൊരു റെഡ് കളറ് ഫ്ലവറാണ് ഇവിടെ ഇതിന് കൊടുക്കുന്നത്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഫ്ലവറും ലീഫൊക്കെ കൊടുക്കുന്നത്. സിമ്പിളാണ്. ഏത് ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്ത് അത് ഒരു സൈഡ് കളറിൽ മുക്കി അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് പോലെ കിട്ടും. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് കൊടുക്കാം. ലീഫിന് നമ്മൾ ഗ്രീൻ കളർ, അതായത് ബഡ്സിൻ്റെ മറ്റേ സൈഡ് എടുത്തിട്ട് ഗ്രീൻ കളറിൽ പ്രസ് ചെയ്തിട്ട് ഇടയിലായിട്ട് ഫ്ലവറിൻ്റെ അത്ര കൊടുക്കണ്ട, ഇടയിലായിട്ട് കുറച്ച് ഗ്രീനൊന്ന് കാണുന്ന പോലെ കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതിനുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്നതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണം. എന്നാലേ നിങ്ങൾക്ക് ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ
ചിത്രം റെഡിയായി. എന്താണ്, സിമ്പിളല്ല, വലിയൊരു കുഴപ്പമില്ലല്ലോ കാണാൻ. അപ്പോൾ നമുക്ക് ഇനി ഇത് 2 ഷീറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് സ്റ്റാപ്ലർ കൊണ്ട് പിൻ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ പിക്ചറിൻ്റെ 4 വശവും ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 വശവും ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. എന്നിട്ട് നമ്മൾ ഓരോ ഭാഗവും അതിൻ്റെ മേലത്തെ ആ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യുക. അതിനുശേഷം എഗ് ഷെല്ല് എടുത്തിട്ട് ഓരോ പീസാക്കിയിട്ട് നമ്മൾ മുട്ടയുടെ ഉൾഭാഗം പുറമേക്ക് വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് സ്റ്റിക്ക് ചെയ്യാൻ. ഇനി വേണമെങ്കിൽ അതിൻ്റെ മേലെ കൂടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, ഡബിൾ സൈഡ് ടാപ്പിൽ തന്നെ അത് ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ 4 വശവും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഉൾഭാഗത്തോട്ട് വരുന്ന ആ ഭാഗം കറക്റ്റായിട്ട്, അതായത് ആ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ സ്റ്റിക്കർ വരുന്ന ആ ഭാഗം ആ ഒരു ഷേപ്പിൽ മാത്രമായിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് എക്സ്ട്രാ വരുന്നതൊക്കെ എടുത്ത് കളയാം. അതുപോലെ ഈ അറ്റത്തോട്ടുള്ള സൈഡിലത്തത് നമുക്കിങ്ങനെ ഒരു കത്രിക വെച്ചിട്ട് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കളറ് കൊടുക്കാം. ഞാനൊരു ബ്രൗൺ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ റെഡും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബ്രൗൺ ആക്കി എടുത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബെഡ്റൂം വാൾ ഡെക്കറേറ്റിംഗ് വീഡിയോ, അതിന് എല്ലാവരും നല്ല റെസ്പോൺസാണ് തന്നത്. എല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഫിനിഷായി. ഇതെങ്ങനെയുണ്ട് സംഭവം? ഇതിന് നമുക്ക് ഈ പിക്ചറിന് പകരം നമുക്ക് വേറെ സർട്ടിഫിക്കറ്റ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുന്ന ഷീറ്റാണല്ലോ, അപ്പോൾ നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് ചെയ്തിട്ടും ഇതുപോലെ ഫ്രെയിം ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ചെയ്ത് വെച്ച 2-3 പിക്ചേഴ്സ് കാണിക്കാം. ഇത് എൻ്റെ മോള് ചെയ്തൊരു പിക്ചർ ഞാനിതുപോലെ ഫ്രെയിം ചെയ്തെടുത്തതാണ്. അതുപോലെ വേറെ ഒരെണ്ണം കൂടെ റെഡ് കളർ ഫ്രെയിം ചെയ്തിട്ട് കൊടുത്തതാണ്. അത് ഇതുപോലെ ബാക്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്യാം. ഇതൊന്നും ആണിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ കളർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പിക്ചർ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.